എന്തിനാണ് യൂട്യൂബ് ചാനൽ? ഇഷ്ടം കൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വീട്ടുകാർ ഓക്കെയാണ്. ഡ്രീം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു മനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, ഒരു ബിനു കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരാളും കൂടി ഉണ്ട്, ഒരു 2-3 ആൾക്കാരുണ്ട്. ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഇനി എനിക്ക് വീഡിയോസൊക്കെ കമൻറ്റ് ഇടുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഷോർട്സും ഇടാറില്ല. അതെനിക്കും നിങ്ങൾക്കും അറിയാവുന്നതാണ്. ഞാൻ എന്തൊക്കെയൊക്കെയോ തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ എടുത്തു വെച്ച വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട്. ഇപ്പം കുറച്ച് വീഡിയോസേ ഉള്ളൂ. ആ വീഡിയോസൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു ഇപ്പോൾ ഷോർട്സൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോസ് ഇടാം. ഞാൻ ഈ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് മുമ്പേ പ്ലാൻ ചെയ്ത് ഇപ്പാണ് എടുക്കുന്നത്. ഇത് ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യും. ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനും എന്നാൽ പഴയ സബ്സ്ക്രൈബേഴ്സിനും ചിലപ്പോൾ എന്നെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് എന്നെക്കുറിച്ച് അറിയാൻ പറ്റും, പഴയ സബ്സ്ക്രൈബേഴ്സിന് എന്നെ ഓർത്തെടുക്കാനും പറ്റുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, എൻ്റെ പേര് ജിഷ്ണ ശ്രീജിത്ത്. അപ്പം ഞാൻ വരുന്നത് കണ്ണൂരാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളാണ് എഴുതി വെച്ചതെന്ന് തോന്നുന്നു. ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ആ 12 ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടുമ്പോൾ കുറച്ചൊക്കെ എന്നെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം. എന്തിനാണ് യൂട്യൂബ് ചാനൽ? അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം വെറുതെ ഒരു രസത്തിന് തുടങ്ങിയതാണ്. ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നൊന്നും അറിയുന്നില്ല. യൂട്യൂബ് ചാനലിൻ്റെ ഒരു ABCD അറിയാതെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ മാത്രമായിരുന്നില്ല ഈ യൂട്യൂബ് ചാനലിൻ്റെ ആൾ. എൻ്റെ വല്യമ്മയുടെ മോൾ ആദിയും ഞാനും കൂടിയാണ് ഫസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ചാനൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ അന്നേരം പാട്ടുപാടി ഇടാന്നുള്ളതായിരുന്നു നമ്മളുടെ വലിയ പ്ലാൻ. കുറച്ച് എനിക്കൊന്നും ഈ ചാനലിൽ ലാസ്റ്റ് വീഡിയോസൊക്കെ പാട്ട് തന്നെയാണ്. ഞാൻ അതൊന്നും ഡിലീറ്റ് കൂടി ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾ അത്യാവശ്യം രണ്ടാളും പാടുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഞങ്ങൾ പാട്ടിലേക്ക് പോവാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ അന്നേരം ഇട്ട പേര് തന്നെ AJ വോക്കൽസ് എന്നൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പാട്ടൊക്കെ ഇടാൻ തുടങ്ങി. ഞാൻ എൻ്റെ അവർ പയ്യന്നൂരും ഞാനിവിടെ കണ്ണൂരുമാണ്. അപ്പം കറക്റ്റ് കണ്ണൂരല്ല, പുതിയ തിരുവനന്തപുരം സ്ഥലത്താണ്. അപ്പോൾ അവർ കറക്റ്റ് പയ്യന്നൂരല്ല, പിലാത്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവർ അവിടെയും ഞാൻ ഇവിടെയുമാണ്. ഞാൻ അങ്ങ് പോകുന്ന ദിവസം ഞങ്ങൾക്ക് പാട്ട് റെക്കോർഡ് ചെയ്യാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, അങ്ങനെ അവിടെ ഉള്ള ടൈമായിരുന്നു നമ്മളിത് കുറച്ച് കാലം അവിടെ നിൽക്കാൻ പോയ സമയത്തായിരുന്നു നമ്മളുടെ ഈ ബുദ്ധിയിൽ ഇതൊക്കെ തോന്നിയത്. അങ്ങനെ ഞങ്ങളത് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി, പാട്ടൊക്കെ ഇടാൻ തുടങ്ങി. പക്ഷെ നമുക്കത് അന്ന് ഫേസ് കാണിക്കാതെ, ഫേസ് റിവീൽ ചെയ്യാതെയായിരുന്നു വീഡിയോ ഇട്ടത്. നമ്മൾ ലിറിക്സൊക്കെ എഴുതിയിട്ട് അതൊക്കെ ആയിരുന്നു നമ്മളെ പണി. എഡിറ്റിംഗ് ഒക്കെ ഞാനായിരുന്നു. പാട്ട് പാടിയിടും, അങ്ങനെയൊക്കെ ചെയ്തു. കുറച്ച് വീഡിയോസേ ഇട്ടുള്ളൂ. അപ്പൊക്കെ തന്നെ മറ്റേ ആൾക്ക് മടിയായി. പിന്നെ എനിക്കൊന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ സ്പേസായി ഒരുപാട്. കുറച്ച് ദിവസം കഴിഞ്ഞാലേ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ വെക്കേഷൻ ടൈമൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അല്ലേ അടുത്തേക്ക് പോകുള്ളൂ. അപ്പോൾ വീഡിയോസ് ഇടാനുള്ള ഇത് കുറഞ്ഞു വന്നു. പിന്നെ അവൾക്കും ഇഷ്ടമില്ലാതായി. അവളെ കളിയാക്കുന്നു, ഫ്രണ്ട്സൊക്കെ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതവിടെ സ്റ്റോപ്പായി.
അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വീഡിയോസ് ഒന്നും ഇടാതെ ഇങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തു. AJ വോക്കൽസ് ജസ്റ്റ് നെയിം മാറ്റി AJ വ്ളോഗ്സ് ആക്കി. എനിക്ക് തോന്നുന്നു കുറച്ച് വ്ളോഗൊക്കെ ഇടാൻ തുടങ്ങി. എനിക്കൊന്ന് ഫസ്റ്റ് എൻ്റെ ആപ്പൻ്റെ മോളൊക്കെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് വീഡിയോസ് ഇട്ട്. അന്നേരം എനിക്കൊന്ന് 100 or 200 സംതിങ്ങേ ഉണ്ടായിട്ടുള്ളൂ തോന്നുന്നു സബ്സ്ക്രൈബർ. ഇപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബർ ആയി എന്നല്ല കേട്ടോ, ഇപ്പോൾ ആകെ 400 സംതിങ്ങേ ഉള്ളൂ. ഒരു 500 പോലും ആയിട്ടില്ല. വാച്ച് അവേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഇനിയും വാച്ച് അവർ ആയിട്ട് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് AJ വ്ളോഗ്സ് ആക്കി. അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ കാണുന്ന യൂട്യൂബ് ചാനലിലൊക്കെ ലൈക്ക് നെയിം മാത്രമാണ്. ഞാൻ ഇങ്ങനെ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണ്, അമൃത നായർ ഒഫീഷ്യൽ അങ്ങനെയൊക്കെയല്ലേ ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ ഇങ്ങനെ AJ വ്ളോഗ്സൊക്കെ ഇടുന്ന, ആളില്ലല്ലോ എൻ്റെ വീഡിയോയിൽ, ആൾ വരുന്നൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു എൻ്റെ നെയിം തന്നെ കൊടുക്കാം എന്ന് വെച്ചു. അങ്ങനെ അതും മാറ്റി എൻ്റെ നെയിം കൊടുത്തു. ഫോട്ടോസ് ചേഞ്ച് ചെയ്തു. വീഡിയോ ഇടാം, വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിലെത്തിയത്. ഇപ്പോൾ ഒരു 400 സംതിങ് സബ്സ്ക്രൈബേഴ്സായി. ഇനിയും വീഡിയോസ് ഇട്ട് കുറച്ചുകൂടെ സബ്സ്ക്രൈബർ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ തിരഞ്ഞെടുക്കും? കോൾ വന്നു, അതുകൊണ്ടാണ് കട്ടായത്. അപ്പോൾ എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പ്രത്യേകിച്ചൊരു റീസൺ ഒന്നുമില്ല, ഇഷ്ടം കൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കോണ്ടൻറ് ക്രിയേറ്റർ ആവാൻ ഇഷ്ടമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് യൂട്യൂബ് ചാനൽ തിരഞ്ഞെടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീഡിയോ എടുക്കാൻ എത്ര ടൈം എടുക്കും? ആ ചോദ്യത്തിന് ഒരു കാര്യം പറയാം, ഒരുപാട് ടൈം എടുക്കും. എനിക്ക് ഇത്ര മണിക്കൂറൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് എത്ര മണിക്കാണെന്ന് ഞാൻ സമയം നോക്കിയില്ല. ഇനി സമയം നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തു, അതിനിടക്ക് കോള് വന്നിട്ട് കോളിലേക്ക് പോയി. അത് അത്യാവശ്യമായ ഒരു കോളായതുകൊണ്ട് അതിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഇപ്പം വന്നു, വീഡിയോ എടുത്തു. അങ്ങനെയാണ്. അങ്ങനെ ഒരു 1 hour 2 hour ഒക്കെ എടുക്കുമായിരിക്കും, ടൈം നോക്കുന്നില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീഡിയോ എടുക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത് എന്നാണ്. ഈ എന്താണ് ഉപയോഗിക്കുന്നത് എന്ന് ഉദ്ദേശിച്ചത് ചിലവർ ക്യാമറയൊക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഐഫോണാണ്. ഇതിനു മുമ്പ് യൂസ് ചെയ്തത് ഈ ഫോണാണ്. എൻ്റെ ഈ ഫോണിലാണ് എൻ്റെ എല്ലാം ഇതിലായിരുന്നു ഞാൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ ഏകദേശം പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഐഫോൺ യൂസ് ചെയ്യാണ് ഇപ്പോൾ. എഡിറ്റിംഗ് ആപ്പ് ആരാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിൽ, എൻ്റെ വീഡിയോ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യാറ്, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യാറ്. പിന്നെ ആപ്പ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ CapCut യൂസ് ചെയ്യാറുണ്ട്, InShot യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ തന്നെയാണ്, പക്ഷേ രണ്ടും യൂസ് ചെയ്യാം. ഡ്രീം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബ് കാര്യമാണെങ്കിൽ, കരിയറിൻ്റെ കാര്യമാണെങ്കിൽ കരിയർ നല്ല രീതിയിൽ സെറ്റ് ആവണം, ഇൻഡിപെൻഡൻ്റ് ആവണം, കുറച്ചുകൂടെ നല്ല സിറ്റുവേഷനല്ല നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ യൂട്യൂബാണെങ്കിൽ എനിക്കിപ്പം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ആവണം, നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് യൂട്യൂബ് ചാനലിൽ ഇടാൻ പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങളും മോണിറ്റൈസേഷൻ ആയാലും ഒക്കെ എല്ലാം ആവണം എന്നൊരു ചെറിയ ഡ്രീം, ഒരുപാട് ഡ്രീമുണ്ട്. എല്ലാ ഡ്രീമും ഞാനിവിടെ പറയുന്നില്ല, എല്ലാം ഒന്ന് ഡ്രീമൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന ഡ്രീമെല്ലാം ആണെങ്കിൽ പറയാം. സീരിയസ് ക്വസ്റ്റ്യൻ ആണ്.
ഒരു 1000 അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്നാണ്. ഫസ്റ്റ് മോണിറ്റൈസേഷനായി എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യം ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആയി കഴിഞ്ഞിട്ട് ഞാനത് റിവീൽ ചെയ്യാം. അത് വേറെ തന്നെ അന്നത്തെ ആ ദിവസം ഞാൻ വേറെ തന്നെ അത് വീഡിയോ ഇടാം ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ അന്നേരം അത് പറയാം. ഇല്ലാതെ ഒരിതുണ്ടാവില്ലല്ലോ. അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. മോണിറ്റൈസേഷൻ ഓണായിട്ടില്ല ഇതുവരെ, ഇത് നല്ലോണം സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഇടാം. അന്നേരം ഞാൻ കാണിച്ചു തരാം. മോട്ടിവേഷൻ വീഡിയോസ് കാണാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള യൂട്യൂബ് ചാനൽ തന്നെ കടിൽ ക്ലൗഡാണ്. കടിൽ ക്ലൗഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചാനലാണ്. അവിടെ ഓൾ വീഡിയോസ്, അധിക വീഡിയോ ഞാൻ കാണാറുണ്ട്. പിന്നെ ഇഷ്ടമുള്ള ഒരുപാട് ചാനലുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് പറയാൻ എനിക്കറിയില്ല. ഞാൻ അവസാനമായിട്ട് ആളുടെ വീഡിയോ ആണ് കണ്ടത്, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് വന്നത്. അബൌട്ട് ഫാമിലി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ, അമ്മമ്മ ആണുള്ളത്. ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ പേടിയുണ്ടോ? ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ പേടിയൊന്നുമില്ല. എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ട് പല കാര്യങ്ങളും. ഇങ്ങനെ ക്യാമറ നോക്കി അല്ലെങ്കിൽ മിറർ നോക്കി സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഒരു വലിയൊരു പൊസിഷനിലെത്തിയിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ, എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ തന്നെ ആൻസേഴ്സ് പറയുന്ന തരം ഒരു സാധനമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം അത്. അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഹേറ്റ് കമൻറ്റ്സ്, റിയാക്ഷൻസ്. എനിക്ക് ഇതുവരെ ഹേറ്റ് കമൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കമൻറ്റ് വരാൻ വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഹേറ്റ് കമൻറ്റ്സ് എന്ന് പറയുന്നത്. കമൻറ്റ്സേ വളരെ കുറവാണ്. അപ്പോൾ പിന്നെ ഹേറ്റ് കമൻറ്റ്സ് വന്നിട്ടില്ല ഇതുവരെ. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണത് ഡീൽ ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്നെങ്കിൽ ആളെ മൈൻഡ് ചെയ്യില്ല, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ളൊരു മൈൻഡ് ചെയ്യില്ല, അങ്ങനെ നോക്കും. അല്ലെങ്കിൽ കമൻറ്റ് ഡിലീറ്റ് ചെയ്യും. അത്രയൊക്കെ തന്നെ ചെയ്യുള്ളൂ, വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യല്ല. എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, അത്രേ ഉള്ളൂ. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. ഞാൻ ആരും പിടിച്ചിരുത്തി കാണാനൊന്നും ഞാൻ പറയുന്നില്ല. ഇഷ്ടമുണ്ടെങ്കിൽ കാണുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറഞ്ഞു തരിക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെയൊക്കെ. വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം അതെൻ്റെ റൂം തന്നെയാണ്. കാരണം മൈ സ്പേസ് എൻ്റെ റൂമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ് എൻ്റെ റൂം. എന്താണെന്നറിയില്ല, ഈ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ റൂം തന്നെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് ചിലപ്പോൾ കഥയൊക്കെ എഴുതും. എന്ന് വെച്ചിട്ട് ഞാൻ ഭയങ്കര കഥ എഴുത്തുകാരിയൊന്നുമല്ല കേട്ടോ. വെറുതെ ഇരുന്ന് കഥയൊക്കെ എഴുതും. അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രം വരയ്ക്കും. അതൊക്കെ അല്ലെങ്കിൽ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ ഫോൺ നോക്കിയിരിക്കും. ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാറ്. എനിക്ക് ഒറ്റയ്ക്കിരിക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ എൻ്റെ റൂമായിരിക്കും നല്ല ഇഷ്ടം. വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഒരാളുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ബള സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം എൻ്റെ റൂം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് മൂന്ന് ആൾക്കാരുണ്ട്. ഒരു മനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, ഒരു ബിനു കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരാളും കൂടി ഉണ്ട്. ഒരു 2-3 ആൾക്കാരുണ്ട്. ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ഇനിയും എനിക്ക് വീഡിയോസൊക്കെ കമൻറ്റ് ഇടുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ ക്വസ്റ്റ്യൻസ്, എനിക്ക് നിങ്ങൾക്കറിയാൻ ക്യൂരിയോസിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോൻ്റെ കമൻറ്റിൽ നിങ്ങൾ കമൻറ്റ് ഇടാം. അപ്പോൾ ഇനി ഉണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ ഏകദേശം എല്ലാ കമൻറ്റുകൾക്കും റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ
അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.